പ്രിയമുള്ളവരെ, നമ്മുടെ ചേനപ്പണി അവസാന ഘട്ടത്തിലാണ്. ഇനി നന ആരംഭിക്കുകയാണ്. ഈ വർഷത്തെ ചേന കോട്ടയ്ക്കലിൽ നിന്നും എന്ന പോലെ തന്നെ വയനാട്ടിൽ നിന്നൊക്കെ വിത്ത് കൊണ്ടുവന്ന് നമ്മൾ കഷ്ണം വെട്ടിവെച്ച് അതിനുശേഷം കുഴികളെടുത്ത് ആ കുഴികളിൽ ചേന വെച്ച് മൂടി അതിന്റെ മുകളിൽ ഇത്തള് വെതറി അതിനുശേഷം നമ്മൾ ചാണകപ്പൊടി എന്നതുപോലെ തന്നെ കോഴിക്കാഷ്ടം ഒക്കെ ഇട്ട് വൈക്കോലിട്ട് മൂടിയിരിക്കുകയാണ്. ഒരു ലെയറിൽ ഇതുപോലെയാണ്. ഒരു ലൈനിൽ 2 ചേന. ഇതിന്റെ 2 ഭാഗത്ത് ഇതുപോലുള്ള 2 ഭാഗത്തും വെള്ളം തുറന്നു വിട്ട് 2 ഭാഗം കുതിരുന്നത് വരെ, മുകളിലേക്ക് വെള്ളം കയറുന്നത് വരെ നനയ്ക്കും. അങ്ങനെ ആഴ്ചയിൽ ഏകദേശം 2 നന അതല്ലെങ്കിൽ 1 നനയൊക്കെ ആയിട്ട് നനയ്ക്കാറുണ്ട്. അത് കാലാവസ്ഥക്കനുസരിച്ച് നനയുടെ എണ്ണം കൂടും. ഇതിന്റെയൊക്കെ എല്ലാ ഭാഗത്തും വെള്ളം കയറി നനയുന്നത് പോലെ തന്നെ നമ്മൾ ആ രീതിയിലാണ് ചെയ്യാറുള്ളത്. രാസവളം ഇട്ട് കൊടുക്കാറുണ്ട്. ഇട സമയങ്ങളിലൊക്കെ വളമിട്ട് കൊടുക്കേണ്ടതുണ്ട്. രാസവളം ഇട്ട് കൊടുക്കാറുണ്ട്. ഇത്ര സംഗതികളൊക്കെ ആയിട്ട് ഇനി മുന്നോട്ട് പോകും. ഇനി നന തുടരുകയാണ്. അങ്ങനെ പല ഭാഗത്തും നനച്ച് നന്നായിട്ട് നനയുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ നനയ്ക്കുന്നത്. അപ്പം നമ്മൾ വെള്ളരി കുഴിച്ചിടലിലാണ് വിത്ത് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. വിഷുവിന് ആ കൃത്യസമയത്ത് പറിക്കും. കൃത്യം 2 മാസമാണ് ഇനി ഇത് പറിക്കാനുള്ളത്. 2-3 വിത്ത് അതിൽ അധികമുള്ളത് നമ്മൾ പറിച്ച് കളയും. ബന്ധുബൈകളാണ് പണിക്കാര്. എല്ലായിടത്തും നന ആരംഭിച്ചിരിക്കുകയാണ്. ഇനി 2 മാസം കൊണ്ട് വെള്ളരി അറുക്കാനാവും. ഒരൊറ്റ അറിവ് വെള്ളരിയുടെ. അത് കഴിഞ്ഞ വെള്ളരി അവസാനിപ്പിച്ചു. 5 മാസം കൊണ്ട് ചേന പറിക്കാനാവും. അതിനുള്ള തയ്യാറെടുപ്പിലാണ്. ആഴ്ചയിൽ 1 നന അല്ലെങ്കിൽ 2 ആഴ്ചയിൽ 3 നന എന്നുള്ള നിലക്കാണ് നനയ്ക്കുന്നത്. പുഴയിലെ വെള്ളമാണ് നമ്മൾ നനയ്ക്കാൻ ഉപയോഗിക്കുന്നത്. വെള്ളരി ഏകദേശം 3 ദിവസം കൊണ്ട് 4 ദിവസം കൊണ്ട് ഇപ്പം മുളക്കും. അത് കഴിഞ്ഞ് അതിന്റെ വളമ നൽകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് 2 മാസം കൊണ്ട് ആ ഒരു വിള അവസാനിച്ചു. ഇടവിളയാണ്. അത് കഴിഞ്ഞ് ചേന ഏകദേശം ഒരു 20-30 ദിവസത്തിന്റെ ഉള്ളിലായിട്ട് 1 മാസം കൊണ്ട് ചേന മുളക്കും. 5 മാസം കൊണ്ട് ചേന പറിക്കും ചെയ്യും. ആ പറിക്കലിന് ആവശ്യമായിട്ട് 5 മാസം കൊണ്ട് മുമ്പൊക്കെ നമ്മളെ നാട്ടിൽ നമ്മൾ ചേന നട്ടിരുന്നത് ഇടവിളയായിട്ടാണ്. കൃഷികൾക്കിടയിൽ ചേന കൃഷി എന്നുള്ള നിലക്കാണ്. ഇന്ന് ഇടവിളയല്ല ചേന. ചേന പ്രധാനമായിട്ടുള്ളൊരു വിളയായിട്ട് തന്നെയാണ് നമ്മൾ നടുന്നത്. നല്ല കുറെ കാലമായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വയനാട്ടിലും കൊടകിലും ഒക്കെ ചേന നടന്നത് നമ്മൾ കാണുന്നത് കൃഷിയിടങ്ങൾക്ക് ഇടയിലാണ്. ഇപ്പോ കുരുമുളക് കൃഷി എന്നപോലെ തന്നെ തെങ്ങ് മറ്റ് കൃഷികൾക്കിടയിലാണ് കാണുന്നത്. പക്ഷെ ഇവിടെ അതല്ല നമ്മൾ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ പ്രധാന വിളയായിട്ട് തന്നെയാണ് ചേന മാത്രം, മറ്റൊന്നുമില്ല, ചേന മാത്രം നടന്ന സ്ഥലങ്ങളിൽ ചേന മാത്രം നടന്നു. അപ്പോൾ 1 മാസം കൊണ്ട് ഇത് മുളച്ചു വരും. 5 മാസം കൊണ്ട്, കൃത്യം 5 മാസം കൊണ്ട് നമ്മളിത് പറിക്കുകയും ചെയ്യും. ആ സമയത്ത് തെറ്റില്ലാത്ത രീതിയിലുള്ള നല്ല വിലയും കിട്ടും.